പാർലമെന്റിലെ വിവരങ്ങൾ അവിടെ നിന്ന് നമ്മൾ പോകുന്നത് മഹാരാഷ്ട്രയിലേക്കാണ്. 10 ദിവസം കഴിഞ്ഞിട്ടും സർക്കാർ രൂപീകരണം വഴിമുട്ടി നിൽക്കുകയാണ്. ചർച്ചകളിൽ വിട്ടുനിന്ന് ബി.ജെ.പിയെ വട്ടം കറക്കുകയാണ് ഏക്നാഥ് ഷിൻഡെ. സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കാൻ ബി.ജെ.പി കേന്ദ്ര സംഘം നാളെ മുംബൈയിലെത്തും. പ്രേംലാൽ ഇപ്പോൾ മുംബൈയിൽ നിന്നും ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം മഹാരാഷ്ട്രയിലെ സർക്കാർ രൂപീകരണ പ്രതിസന്ധിയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പ്രേംലാൽ. ഒരു കാലത്ത് ഗെയിം പ്ലാനറും ഗെയിം ചേഞ്ചറും ഒക്കെയായിരുന്നു ഏക്നാഥ് ഷിൻഡെ അവിടെ ബി.ജെ.പിക്ക്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുന്നതും ഏക്നാഥ് ഷിൻഡെയുടെ തീരുമാനങ്ങളും നിലപാടുകളുമാണ്. ഇപ്പോൾ കേന്ദ്ര സംഘം വന്നുകൊണ്ട് കാര്യങ്ങൾ പരിഹരിക്കാൻ ഒരു ശ്രമം നടത്തുമ്പോൾ സംസ്ഥാനത്ത് പൂർണ്ണമായിട്ടും ഈ ഒരു സഖ്യത്തിന് വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടേയിരിക്കുന്നു. സർക്കാർ രൂപീകരണം എന്നത്തേക്കുണ്ടാകും? നേരത്തെ അവർ പറഞ്ഞതുപോലെ തന്നെ 5-ാം തീയതി എന്നൊരു കാലയളവിനുള്ളിൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്കൊക്കെയും എത്താൻ കഴിയുമോ എന്നുള്ള നിരവധി ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. കാവ്യ പറഞ്ഞതുപോലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുകയാണ്. ഡിസംബർ 5-ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉണ്ടാകുമെന്ന് ബി.ജെ.പി പ്രഖ്യാപിച്ചെങ്കിലും ഏകപക്ഷീയമായ തീരുമാനമെന്ന് ശിവസേനയിലടക്കം മുതിർന്ന നേതാക്കൾ പരാതിപ്പെടുന്നുണ്ട്. ഇന്നലെ മുംബൈയിൽ നടക്കാനിരുന്ന നിർണായക യോഗങ്ങളിൽ നിന്നും ഷിൻഡെ വിട്ടുനിന്നതോടെ ബി.ജെ.പി കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. അതേസമയം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കൂടാതെ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി എന്നിവരെ കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ചിരിക്കുകയാണ്. നാളെ ബി.ജെ.പിയുടെ എം.എൽ.എമാരുമായി ഇവരുടെ യോഗം മുംബൈയിലുണ്ടാകും. ബി.ജെ.പി മുഖ്യമന്ത്രിയെ തീരുമാനിച്ചെങ്കിലും പ്രഖ്യാപനം വൈകുന്നതും അഭ്യൂഹങ്ങൾ ഉയർത്തുന്നുണ്ട്. പ്രധാന വകുപ്പുകൾ ക്യാബിനറ്റ് മന്ത്രിമാരുടെയും ജൂനിയർ മന്ത്രിമാരുടെയും അനുപാതവും എല്ലാം ധാരണയിലെത്താനുണ്ട്. ചർച്ചകളിൽ നിന്ന് ഷിൻഡെ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി വിട്ടുനിന്നത് ബി.ജെ.പിയെ കൂടുതൽ വെട്ടിലാക്കിയിരിക്കുകയാണ്. ശിവസേനയ്ക്ക് ഉപമുഖ്യമന്ത്രി പദത്തോടൊപ്പം നഗരവികസനമാണ് ആഭ്യന്തരത്തിന് പകരമായി നൽകാൻ ബി.ജെ.പിയുടെ തീരുമാനം. ഇത് സ്വീകരിക്കുക എന്നതാകും ഇനിയിപ്പോൾ ഷിൻഡെയുടെ മുന്നിലുള്ള ഏക വഴി. മുൻപും തിരഞ്ഞെടുപ്പിന് ശേഷം ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്ത ചരിത്രമാണ് ബി.ജെ.പിക്കുള്ളത്. ഉദ്ധവ് താക്കറെ സഖ്യം വേർപിരിയാൻ കാരണമായതും ഇത് തന്നെയാണ്. ഷിൻഡെ പിടിമുറുക്കിയ ആഭ്യന്തര വകുപ്പ് വിട്ടുകൊടുക്കാൻ ഇപ്പോഴും ബി.ജെ.പി തയ്യാറായിട്ടില്ല. പ്രധാന വകുപ്പുകൾക്കൊന്നും ഒപ്പം തന്നെ മന്ത്രിസഭയിലെ ഒരു സാന്നിധ്യവും വലിയ വിഷയമാണ്. വിമത നീക്കത്തിലൂടെ കൂടിയ എം.എൽ.എമാരിൽ ഭൂരിഭാഗം കഴിഞ്ഞ സർക്കാരിൽ പദവികൾ ലഭിക്കാത്തതിൽ അതൃപ്തരാണ്. ഇതും ഏക്നാഥ് ഷിൻഡെയെ അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭയുടെ ഭാഗമായില്ലെങ്കിൽ ഇവരിൽ ഭൂരിഭാഗവും ബി.ജെ.പിക്കൊപ്പമോ അതല്ലെങ്കിൽ എൻ.സി.പിയിലേക്കോ ചേക്കേറിയേക്കും. അങ്ങനെ വന്നാൽ ഷിൻഡെയുടെ രാഷ്ട്രീയ ഭാവി തന്നെ അവതാളത്തിലാകും. അതുകൊണ്ട് അത്തരമൊരു നീക്കത്തിന് മന്ത്രിസഭയിൽ മാറി നിന്ന് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന ഒരു നീക്കത്തിലേക്ക് ഷിൻഡെ പോകുവാൻ ഇടയില്ല. സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം പോലും ഉന്നയിക്കാത്ത സത്യപ്രതിജ്ഞാ തീയതി പ്രഖ്യാപിച്ചതിന് പ്രതിപക്ഷ നേതാക്കളും വളരെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ഇതുവരെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനും സർക്കാർ രൂപീകരിക്കാനും കഴിയാത്തത് സംസ്ഥാനത്തിന് അപമാനമാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ വിജയിക്കുന്ന സംസ്ഥാനത്താണ് ഇത്തരം ഒരു കാലതാമസം സംഭവിച്ചിരുന്നെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമായിരുന്നുവെന്നും ഇവരെല്ലാം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ബി.ജെ.പിയുടെ കേന്ദ്ര നിരീക്ഷണ സംഘം മുംബൈയിലെത്തി നടക്കാനിരിക്കുന്ന യോഗം വലിയ നിർണായകമായിരിക്കും. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്ത് ഒരുപക്ഷെ ദേവേന്ദ്ര ഫഡ്നാവിസിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാൻ നാളത്തെ യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകത്തതിനാൽ മഹായുതി സഖ്യത്തിന്റെ നിർണായക യോഗത്തിൽ അപ്രതീക്ഷിത തീരുമാനങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കാവ്യ, ശരി. എന്തായാലും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ പ്രതിസന്ധി പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമോ ബി.ജെ.പി എന്നുള്ളത് നമുക്ക് നോക്കാം. സമഗ്ര വിവരങ്ങളാണ് പ്രേംലാൽ മുംബൈയിൽ നിന്നും പങ്കുവച്ചത്.